ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC വീണ്ടും പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അതെ, ചെന്നൈയുടെ തട്ടകത്തിൽ പോയി അവരോട് 1-0 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ചെന്നൈയിൻ FCക്കെതിരായുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ താരമായ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രോസ് ഡയമൻഡോസ് ഇല്ലായിരുന്നു. ഇത് തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രധാനമായും തോൽക്കാൻ കാരണമായത്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ മലയാളി ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. താരം ആദ്യ ഹാഫിൽ തന്നെ പരിക്കിനെ തുടർന്ന് കൊണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും സ്ക്രെച്ചറിലാണ് താരത്തെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഏതായാലും സച്ചിന്റെ കാര്യത്തിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും തന്നെ ആശങ്കയിലാണ്. ഷൈജു ദാമോദരൻ പറഞ്ഞത് പ്രകാരം സച്ചിൻ സുരേഷിന് ഷോൾഡർ റിസ്കുലേഷൻ ആണെന്നും കൂടാതെ തന്നെ താരത്തെ അപ്പോൾ തന്നെ മെഡിക്കൽ റൂമിലേക്ക് എത്തിയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നും ഷൈജു ദാമോദരൻ കളിക്കിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും സച്ചിൻ സുരേഷിനെ ഇനി നമുക്ക് അടുത്ത മത്സരത്തിൽ കാണാൻ സാധിക്കുമോ എന്നൊന്നും ഉറപ്പില്ല. ഇത് കൂടാതെ കളിക്കിടയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പ്രതിരോധ നിരയിലെ മുഖ്യ താരമായ മാർക്കോ ലെസ്കോവിച്ചിനും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് കൊണ്ട് മാർക്കോ ലെസ്കോവിച്ചും കളം വിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളത് പരിക്ക് തന്നെയാണെന്ന് നമുക്കിപ്പോൾ ഉറപ്പിച്ചു പറയാവുന്നതാണ്. ഇത് കൂടാതെ സച്ചിന് പകരക്കാരനായി കൊണ്ട് കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന കരഞ്ജിത്ത് സച്ചിന് പകരമായി കൊണ്ട് മികച്ച സേവുകളായിരുന്നു കളിയിലുടനീളം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും എന്തൊക്കെ സംഭവിച്ചാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇന്നത്തെ മത്സരത്തിലും ചെന്നൈയിൻ FCയോട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചുരുക്കി പറയാനുള്ളത്. ഇത് കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരക്കാരനായി കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫെഡോ സെർണിച്ചിന്റെ കുറച്ച് നീക്കങ്ങളും നമുക്ക് ആദ്യ പകുതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫെഡോറിനെ എടുത്തു പറയുന്ന സമയത്ത് നമുക്ക് ഡെയ്സുക്കെ സഗായെയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇരു താരങ്ങളും മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഇഷാൻ പണ്ഡിതെ നോക്കുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇഷാൻ പണ്ഡിത് വെറും വേസ്റ്റ് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈയിൻ FC ഒരു ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISL കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.